തിരുനബിയുടെ മീലാദ് മുബാറക് 1500 വാർഷികം. ദാറുസുന്ന മഞ്ചേരി. കവിത അല്ലാഹ്. രചന വള്ളത്തോൾ ശ്രീ നാരായണ മേനോൻ. ആലാപനം മുഹമ്മദ് ഷിബിൽ VP വീതനശ്ശേരി. നിർമ്മാണം റാസി ഡിജിറ്റൽ ഹബ്, ഇമാം റാസി അക്കാദമി, വണ്ടൂർ. ഗുണവാനത്തരു വിരിച്ചിട്ടിരുന്നു തണലാകും ശ്യാമപരവതാനിയെ, അതിനങ്ങിങ്ങില പഴുതിങ്കലൂടെ പതിക്കുമാത്തപം കനകപ്പുള്ളിയായി. വരദ്രുമത്തിന്റെ ഉപചാരം കൈക്കൊണ്ട് ഉറയിട്ട കൈവാളതിൻ കൊമ്പിൽ തൂക്കി മലർന്നങ്ങു കിടന്നരുളിനാൽ നബി അലസമായി സ്വയമടഞ്ഞു ലോചനം. ഇരുവശങ്ങളിൽ കുഴഞ്ഞു വീണു പൊൻപരികം പോലെ നീണ്ടുരുണ്ട കൈകളും, വെയിൽ നിലം വിട്ടു തണൽ പുഗ്ഗദ്ദേഹം ലയിച്ചിതു സുഖ സുഷുപ്തിയിൽ ക്രമാൽ. അതേ സംസാരാഗ്രജ്വരത്തെ പിന്നിട്ടു ചിദേകാനന്ദത്തിൽ നിലീനനായി മുനി. കറുത്ത പരവതാനി കണക്കെ ആ മരം തണൽ വിരിച്ചിട്ടിരുന്നു. അങ്ങിങ്ങായുള്ള അതിൻ്റെ ഇലപ്പഴുതുകളിലൂടെ സ്വർണ്ണപ്പുള്ളികൾ കണക്കെ വെയിൽ പതിച്ചിരുന്നു. ആ ഉത്തമ വൃക്ഷത്തിൻ്റെ ഉപകാരം സ്വീകരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉറയിട്ട കൈവാൾ ഒരു കൊമ്പിൽ തൂക്കിയിട്ട് കണ്ണുകളടച്ച് ഒന്ന് കിടന്നു. നീണ്ടുരുണ്ട കൈകൾ കനകദണ്ഡുപോലെ വശങ്ങളിൽ കിടന്നു. സംസാര ദുഃഖം പിന്നിട്ട് വിജ്ഞാനാനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന മുനി കണക്കെ ആ തണലിൽ അവിടുന്ന് മെല്ലെ സുഖസുഷുപ്തിയിലേക്കു നീങ്ങി. പെരും ചൂടാലന്ത കേളനാഥാമൃതം വരണ്ടു വറ്റിയ ഗളനാളത്തൊടും മരക്കൊമ്പുകളിലകളാലുടൽ മറച്ചുമേവിനാ ചില പറവകൾ തളർന്ന കൺകൊണ്ട തിരുമുഖത്തിലെ കുളിർമാധുര്യത്തെ നുകരുകയായി. തിരുവടിക്കിങ്ങു സുവിശ്രമാം ഭംഗം വരുത്തുവാനൊരാളതാ പാഞ്ഞെത്തുന്നു. അരുതടുത്തിടായികരെ ദുഷ്ടനീയെ തിരുൾക്കുഴിയിൽ നിന്നെഴുന്നേറ്റുവന്നു. നരകാർഹന്നി യഗുരു സന്നിധിയോ മരുഭൂവായാലും മഹനീയ സ്വർഗം അകന്നൊയിഞ്ഞു പോക അഴുക്കുനീർന്നി ഇഭഗവാൻ മൂർത്തിയോ പരിശുദ്ധ തീർത്ഥം. ദരഹംകാരം നീ ഇതോ ശാന്തി ഗുണം, അറുകപടം നീ ഇതോ സാക്ഷാൽ സത്യം. കവിഭാവന തുടരുകയാണ്. അത്യുഷ്ണത്തിൽ അമൃതമാകുന്ന ശബ്ദം പോലും വറ്റിയ ഗളത്തോടെ ചില പറവകൾ നിദ്ര പ്രാപിച്ച മുഹമ്മദ് നബിയുടെ മുഖത്തെ മാധുര്യം ആസ്വദിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം തിരുനബിയുടെ വിശ്രമത്തിനു ഭംഗം വരുത്തി ഒരു ദുഷ്ടൻ പാഞ്ഞെത്തി. അടുക്കരുത്, നീ മാലിന്യക്കുഴിയിൽ നിന്നാണോ വരുന്നത്? നീ നരകാർഹനെങ്കിൽ ഈ ഗുരുസന്നിധി സ്വർഗമാണ്. നീ അഴുക്കുനീരും നബി പരിശുദ്ധ തീർത്ഥവുമത്രേ. നബിക്കു ശാന്തി ഗുണം, നിനക്കു അഹങ്കാരം. കവി ആക്രോശിക്കുകയാണ്.